കഠിനമോ ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ സ്നേഹിതർ ദുഷിക്കുന്നു താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തളരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ആമേൻ. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം മുതലാണ്. അവിടെ പറയുന്നു, എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യാ നീ ഗിബെയോനിലും ചന്ദ്രാ നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ആമേൻ. സ്തോത്രം. ഇന്ന് പകലും പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതാണ്, നമ്മളെല്ലാം അനേക യുദ്ധക്കളത്തിലാണ്. ആ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങൾ തന്നെയാണ്. അത് രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, മനഭാരമായിരിക്കാം, അതെന്തായാലും അതെല്ലാം ഒരു യുദ്ധമാണ്. ഈ യുദ്ധം നമ്മൾ കിട്ടിയിരിക്കുന്നത് ശത്രു തന്നെയാണ്. ദുഷ്ടനായ സാത്താൻ നമ്മളെ ഭീതിപ്പെടുത്താൻ, നമ്മളെ ഭയപ്പെടുത്താൻ ഇട്ടിരിക്കുന്നതാണ് ഇതെല്ലാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് ജയം നൽകുന്ന, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമുക്കുണ്ട്. ഈ വചനത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇത് നിങ്ങൾ വായിക്കണം, ഇത് നിങ്ങൾ മനസ്സിൽ സംഗ്രഹിക്കണം. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ ശത്രുക്കളെ, അത് രോഗമാകിലും, അത് കടഭാരമാകിലും, മനഭാരമാകിലും, ഏകാന്തതയാകിലും, എന്താകിലും നമ്മുടെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം യഹോവ നമുക്ക് വേണ്ടി നിൽക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ ദൈവത്തിൻ്റെ പ്രിയ മക്കളാകുമ്പോൾ യോശുവ ഈ യഹോവയോട് സംസാരിച്ചു. യോശുവ പറഞ്ഞത് യഹോവ കേട്ടു. അതുപോലെ തന്നെ ഈ മക്കളെന്ന പദവി നമുക്ക് തന്നിട്ടുണ്ട്. ക്രിസ്തു യേശുവിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശം നേടിക്കഴിയുമ്പോൾ നമുക്ക് പിതാവിനോട് പറയാം. നമ്മൾ പറയുന്നത് ആ പിതാവ് കേൾക്കും, നമുക്ക് വേണ്ടി ഇറങ്ങും. നിങ്ങളുടെ പ്രതിസന്ധികൾ, രോഗം എത്ര കഠിനമാകിലും, കടഭാരം